എല്ലാവർക്കും ദേവികാസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചക്കക്കുരു വെച്ചിട്ടാണ് ഈ ഒഴിച്ചുകറി തയ്യാറാക്കുന്നത്. ചക്കക്കുരും വെള്ളരിക്കയും കൂടെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ചക്കയുടെ ഒക്കെ സീസൺ ആയല്ലോ. അപ്പൊ ചക്കക്കുരു കിട്ടുന്നവര് ഈ ഒരു ഒഴിച്ചുകറി തയ്യാറാക്കി നോക്കണം. ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു ഒഴിച്ചുകറി. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചക്കക്കുരു വെള്ളരിക്ക കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 12 ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. ഒരു 10-12 ചക്കക്കുരു മതിയാവും ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതേപോലെ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ ഈ ചക്കക്കുരു മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് പകുതി വേവിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ വെള്ളരിക്ക ചേർത്ത് കൊടുക്കുന്നത്. വെള്ളരിക്ക ഞാനിവിടെ ഇപ്പം 1 കപ്പ് വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളരിക്കയും ഞാൻ ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു വലിപ്പത്തിലാണ് വെള്ളരിക്ക കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചക്കക്കുരു പകുതി വെന്തതിന് ശേഷം നമുക്ക് വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു കുറച്ചുകൂടെ വേവ് കൂടുതലുണ്ടല്ലോ, വെള്ളരിക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ആദ്യം ഇത് പകുതി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഒന്നുകിൽ ഈ ചക്കക്കുരു നിങ്ങൾക്ക് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ കുക്കറിലല്ല ഇത് വേവിക്കുന്നത്, മൺചട്ടിയിലാണ് ഞാനിതിപ്പോൾ വേവിക്കാനായിട്ട് വെക്കുന്നത്. അപ്പം ഞാനിതിപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പകുതി ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ ചക്കക്കുരു ഒന്ന് പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 5 കാന്താരി മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാന്താരി മുളകിന് പകരം പച്ചമുളക് ചേർത്താലും മതി. എൻ്റെ കയ്യിൽ കാന്താരി മുളക് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തതാണ്. പച്ചമുളക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി ഇതിന് പകരം. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയും കൂടെ ഈ ചക്കക്കുരു ഒന്ന് വെന്ത് വരണം, വെള്ളരിക്കയും നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ അതിനായിട്ടൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പും കൂടെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, 2 ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം, നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചക്കക്കുരു വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അരപ്പും കൂടെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഈ അരപ്പും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി. അരപ്പും കൂടെ ആ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി ആ അരപ്പും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്. നമ്മൾ ആദ്യം ചക്കക്കുരുവിന് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ബാക്കി കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കറിക്ക് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തൈര് എടുത്തത്. ഇത് നിർബന്ധമൊന്നുമില്ല ചേർക്കണം എന്ന്. നമ്മുടെ കറിക്ക് ചെറിയൊരു പുളി വേണം എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് തൈര് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല, ഒരു 1/4 കപ്പ് തൈര് മാത്രമേ എടുത്തിട്ടുള്ളൂ. തൈരിന് പകരം നിങ്ങൾക്ക് പച്ചമാങ്ങ വേണമെങ്കിൽ അത് ചേർക്കാം. അപ്പം ഞാനിപ്പം തൈരാണ് ചേർക്കുന്നത്. തൈര് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അരപ്പ് ചേർത്തതിന് ശേഷം ലാസ്റ്റ് കടുകും കൂടെ താളിച്ച് ചേർത്താൽ മതി. അപ്പോൾ ചെറിയൊരു പുളി വേണം എന്നുണ്ടെങ്കിൽ മാത്രം തൈര് ചേർത്താൽ മതി. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ഉടച്ച് വെച്ചിരിക്കുന്ന ഈ തൈരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം തൈര് ചേർക്കരുത്, പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും. തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്, അത് കാരണം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ ആ തൈരും കൂടെ നന്നായിട്ടൊന്ന് ചൂടായി വന്നോളൂ. അപ്പോൾ നിങ്ങളിതിന് പകരം പച്ചമാങ്ങയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളരിക്ക ചേർത്ത സമയത്ത് മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ടെടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് ചെറിയൊരു പുളിയും കൂടെ കിട്ടും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ചൂടായ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 2 ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കടുക് താളിച്ചതും കൂടെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് താളിച്ചത് കറിയിലേക്ക് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ആ താളിച്ചതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ കറിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്കക്കുരു വെള്ളരിക്ക ഒഴിച്ചുകറി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇത് പുളിശ്ശേരിയുടെ ഒക്കെ കൂട്ട് അത്രയും ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു കറിയല്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഈ കറിക്കുള്ളത്. നല്ല ടേസ്റ്റാണ്. കുറച്ചും കൂടെ തിക്കായിട്ട് ഈ ഒരു കറി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലതാണ്. അങ്ങനെ അപ്പോൾ ചോറിനും കഞ്ഞിക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇപ്പം ചക്കയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് ചക്കക്കുരുവൊക്കെ ധാരാളമായിട്ട് കിട്ടും. ഞാൻ ഇതിന് മുമ്പ് ചക്കക്കുരുവും പച്ചമാങ്ങയും കൂടി ഇട്ടിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ചക്കക്കുരു പുളിശ്ശേരി, ചക്കക്കുരു മസാലക്കറി, ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. വേറെ ചക്ക വിഭവങ്ങളും കുറേ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ ഒരൊറ്റ കറി മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്